ശബരിമല സ്വർണ്ണമോഷണ കേസിലെ SIT അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി. അന്വേഷണം തികച്ചും പ്രൊഫഷണലായും സൂക്ഷ്മമായുമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, അന്വേഷണത്തെ സംബന്ധിച്ച് നിരവധി വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അന്വേഷണം സ്ലോയായി, അതുപോലെ തന്നെ പല ഇടപെടൽ നടക്കുന്നു എന്നൊക്കെയുള്ള വിവിധങ്ങളായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഹൈക്കോടതി അതെല്ലാം തള്ളിക്കളയുകയാണ്. തികച്ചും പ്രൊഫഷണലായും അതിസൂക്ഷ്മമായും കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രശംസയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ആവശ്യമെങ്കിൽ SIT വിപുലീകരിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ കോടതി പൂർണ്ണമായും SITക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. SITയുടെ അന്വേഷണ രീതിയെയും അതിൻ്റെ സംവിധാനങ്ങളെയും പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ കൂടുതൽ ഉദ്യോഗസ്ഥരെ SITക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നൽകാം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം കോടതി നൽകിയിരിക്കുന്നു. ADGP H. വെങ്കിടേഷിന് ഇത് വിപുലീകരിക്കാനുള്ള അധികാരം കൂടി കോടതി നൽകിയിരിക്കുന്നു. അത്രമാത്രം വിശ്വാസം ഹൈക്കോടതി SIT അന്വേഷണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? ഷമ്മി, അങ്ങനെ തന്നെയാണ്. അതായത് തികച്ചും പ്രൊഫഷണലായും സൂക്ഷ്മമായുമാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുകയാണ് SITയുടെ അന്വേഷണത്തിൽ. ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഇതുവരെ 181 സാക്ഷികളെ ഇതിനകം SIT കണ്ട് മൊഴിയെടുത്തു എന്ന് കോടതി പറയുന്നുണ്ട്. ഈ ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. ആവശ്യമെങ്കിൽ SIT വിപുലീകരിക്കാം എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ADGP H. വെങ്കിടേഷിന് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ADGP H. വെങ്കിടേഷിന് ഈ ആവശ്യമെങ്കിൽ SIT വിപുലീകരിക്കാം, അതിനുള്ള അധികാരവും കോടതി നൽകിയിരിക്കുകയാണ്. പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കോ തെറ്റായ പ്രചരണങ്ങൾക്കോ വഴങ്ങരുത് എന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഭയരഹിതമായും കൃത്യതയോടെയും അന്വേഷണം തുടരാൻ എന്നാണ് കോടതി പറയുന്നത്. പുതിയ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ വിവരം കോടതിയെ റിപ്പോർട്ട് വഴി അറിയിക്കണം എന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. തെളിവുകൾ ശേഖരിക്കുന്നതിനായി അന്വേഷണ സംഘം കേരളത്തിന് പുറത്തും പരിശോധനകൾ നടത്തി എന്നും SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ കൃത്യമായും സൂക്ഷ്മമായും തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഇതിനു മുൻപ് ഇത്തരത്തിൽ SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച വേളയിലൊക്കെ കോടതി അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേസ് കോടതി വീണ്ടും ഇന്ന് പരിഗണിക്കുകയും ഈ 1 മാസത്തിന് ശേഷം നടത്തിയ അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയാണ് SIT ഇന്ന് രാവിലെ ഹൈക്കോടതിയെ അറിയിച്ചത്. അടച്ചിട്ട മുറിയിലായിരുന്നു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായത്. അതിനുശേഷം ആണ് കോടതി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 6 ആഴ്ച കൂടി സമയം കോടതി നീട്ടി നൽകുകയുണ്ടായി. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ 6 ആഴ്ച നീട്ടി നൽകിയതെന്ന് സംബന്ധിച്ച് ഉള്ള ഒരു വ്യക്തത കൂടിയാണ് ഇപ്പോൾ ഈ ഇടക്കാല റിപ്പോർട്ടിൽ കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാകുന്നത്. കാരണം വളരെ കൃത്യമായി പ്രൊഫഷണലായി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൂടെ പുറത്തു വരാനുണ്ട്. ഇതിനകം തന്നെ 181 സാക്ഷികളെ അന്വേഷണ സംഘം കണ്ട് മൊഴിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകാനും ആവശ്യമെങ്കിൽ SIT തന്നെ വിപുലീകരിക്കാനുള്ള അധികാരം ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന് നൽകിക്കൊണ്ടുമൊക്കെയാണ് കോടതി 6 ആഴ്ച സമയം നീട്ടി നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രചരണങ്ങൾക്കോ സമ്മർദ്ദങ്ങൾക്കോ ഒന്നും തന്നെ SIT കീഴ്പ്പെടേണ്ടതില്ല എന്നും കോടതി ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷമ്മി, ഉമേഷ്, നമുക്കറിയാം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടിസ്ഥാനരഹിതമായ നിരവധി വിമർശനങ്ങൾ SITക്കെതിരെ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു. അതെല്ലാം തള്ളിക്കളയുകയാണ് ഹൈക്കോടതി. വളരെ കൃത്യമായും പ്രൊഫഷണലായും സൂക്ഷ്മമായും ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ധൃതി പിടിച്ച ഒരു കാര്യത്തിലേക്കും പോകുന്നില്ല. എന്നാൽ പോകുന്ന കാര്യങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ അന്വേഷണത്തിൻ്റെ സംഘത്തെ വിപുലപ്പെടുത്തണമെങ്കിൽ അതിനും അനുവാദം നൽകിയിരിക്കുകയാണ് കോടതി. ഉമേഷ്. അതെ ഷമ്മി, അത് പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവും കോടതി നൽകിയെന്ന് തന്നെ നിസ്സംശയം പറയാം. കാരണം കോടതി തന്നെ രൂപീകരിച്ച അന്വേഷണ സംഘമാണ്. സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ കോടതി ഈ ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ഇതുവരെയും അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘം പ്രവർത്തിച്ചത് എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ SIT രൂപീകരിച്ച ശേഷം 2 തവണ കോടതി സമയം നീട്ടി നൽകിയിട്ടുണ്ട്.